അതെ, ഇന്നത്തെ വീഡിയോ നമ്മളുടെ കിച്ചണും കുക്കിങ്ങും ഒന്നുമല്ല കേട്ടോ. ഇന്നൊരു കേക്ക് കോമ്പറ്റീഷൻ കാണാൻ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മളുടെ പാലക്കാട് ഹോം ബേക്കേഴ്സ് അസോസിയേഷൻ്റെ 4ാമത്തെ വാർഷികാഘോഷവും ഒപ്പം തന്നെ ഒരു കേക്ക് കോമ്പറ്റീഷനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആങ്കറിങ് ചെയ്തത് നമ്മളുടെ YSK ഇറ്റ്സ് മീ YSK കേക്ക്സിൻ്റെ നീതുദാസ് ആയിരുന്നു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു കേക്ക് കോമ്പറ്റീഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു കോമ്പറ്റീഷൻ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി എല്ലാവരും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് പിന്നെ അടുത്ത തവണ കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഈ കേക്ക് കോമ്പറ്റീഷൻ്റെ തീം വന്നിട്ട് സ്റ്റോപ്പ് വാർ എന്നായിരുന്നു. അതായത് എ സ്ലൈസ് ഫോർ പീസ്, സമാധാനം അതായിരുന്നു. ലെറ്റ് കേക്ക്സ് സ്പീക്ക് ഫോർ പീസ് അതായിരുന്നു മോട്ടോ. അധ്യക്ഷത വഹിക്കലും പ്രയറും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ കോമ്പറ്റീഷനിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർട്ടിസിപ്പൻസ് ആയിട്ട്. അപ്പോൾ അവർക്ക് 15 to 20 മിനിറ്റ്സ് ടൈം കൊടുത്തതായിരുന്നു ഇപ്പോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. കാരണം കേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യണമല്ലോ. കുറച്ച് ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോമ്പറ്റീഷനിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് മിനിമം 1 kg ഉണ്ടായിരിക്കണം. പിന്നെ കേക്ക് മേക്കിംഗ് വീഡിയോ, അത് റെക്കോർഡഡ് വീഡിയോ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. വിത്ത് പാർട്ടിസിപ്പൻസിൻ്റെ ഫേസ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ ടേസ്റ്റ് നോക്കും. പിന്നെ റെസിപ്പി നോട്ട് പ്രസൻറ്റ് ചെയ്യണം. പിന്നെ നോൺ എഡിബിൾ ആയിട്ടുള്ള ഒന്നും നമുക്ക് അലൗഡ് ആയിരിക്കില്ല. പിന്നെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് 3000, സെക്കൻഡ് പ്രൈസ് വന്നിട്ട് 2000, തേർഡ് പ്രൈസ് വന്നിട്ട് 1000 ആയിരുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ കേക്ക്സൊക്കെ നല്ല ഭംഗിയായി പ്രസൻറ്റ് ചെയ്തു. കൂടെ തന്നെ റെസിപ്പി നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഹോം ബേക്കേഴ്സിന് അറിയാമല്ലോ, ഫോണ്ടൻ വർക്കൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇപ്പോൾ കോമ്പറ്റീഷൻ ആണെങ്കിൽ പിന്നെ ഡബിൾ എഫേർട്ടായിരിക്കും. പിന്നെ ഫ്ലേവർ വന്നിട്ട് ടാപ്പിയൊക്കെ കേക്ക് വരെ ഉണ്ടായിരുന്നു ഈ കോമ്പറ്റീഷനിൽ. പിന്നെ ടെൻഡർ കോക്കനട്ട്, അങ്ങനെ വെറൈറ്റി ഫ്ലേവേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 20 മിനിറ്റ്സൊക്കെ കഴിഞ്ഞപ്പോൾ ജഡ്ജസ് വന്ന് കേക്ക്സൊക്കെ കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്തു. റെസിപ്പി നോട്ട്സൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഫില്ലിങ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ടഫായിട്ടുള്ള തീമായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സമാധാനത്തിൻ്റെ പ്രതീകമായ പ്രാവ് മിക്കവാറും എല്ലാ കേക്കുകളിലും ഉണ്ടായിരുന്നു. പിന്നെ തീം കേക്ക് ആകുമ്പോൾ എന്തായാലും ഫോണ്ടൻ വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഫോണ്ടൻ വർക്കൊക്കെ കുത്തിയിരുന്ന് കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. നല്ല കഷ്ടമാണ് ചെയ്യാനായിട്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് മോൾഡൊന്നും കിട്ടാറില്ല. അപ്പോൾ കൈ വെച്ച് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ഹോം ബേക്കേഴ്സ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പക്ഷെ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് നല്ല മടിയാണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ കാണാൻ വന്നപ്പോൾ ഇത്രയും കേക്കൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ പറ്റി. അപ്പോൾ എല്ലാ കേക്കും നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ. ജഡ്ജസ് എല്ലാ കേക്കുകളും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. ശേഷം ജഡ്ജസ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഫൈനൽ ഡിസിഷനിലെത്തി. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ അനൗൺസ് ചെയ്ത് വിന്നേഴ്സിന് പ്രൈസൊക്കെ കൊടുത്തു. ഇനി ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കേക്കും സെക്കൻഡ് പ്രൈസ് കിട്ടിയ കേക്കും തേർഡ് പ്രൈസ് കിട്ടിയ കേക്കും ഒക്കെ കാണണ്ടേ. ഇതായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ
കേക്ക് ടാപ്പിയോക്ക ഫ്ലേവറായിരുന്നു. ടാപ്പിയോക്ക വെച്ചിട്ടുള്ള കേക്കായിരുന്നത്. ഇത് വന്നിട്ട് സെക്കൻഡ് പ്രൈസ്. ഇതായിരുന്നു തേർഡ് പ്രൈസ് കിട്ടിയ കേക്ക്. അപ്പോഴത്തേക്കും ഉച്ചയായി. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയും ചിക്കനും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സർപ്രൈസ് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. 2 പേര് മോം ടു ബി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സർപ്രൈസ് കേക്ക് കൊടുത്തതായിരുന്നു. മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് വന്നിട്ട് YSK കേക്കിൻ്റെ ഉടമയായ നീതുവിനായിരുന്നു. ഹോം ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ലോഗോ പ്രകാശനം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞു.